ഓൾവേസ് എൻ്റെ എപ്പോഴുള്ള ഫേവറേറ്റ് ഡോട്ട് ചാർജർ. പണ്ടൊരുപാട് ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫിലിം കണ്ട് വളർന്നത് കൊണ്ടാവാം, പക്ഷേ ദിസ് ഇസ് ഓൾവേസ് മൈ ഫേവറേറ്റ്. ആർട്ടി എന്നൊക്കെ സ്റ്റിക്കറിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ ആർട്ടി ആണോ എന്നൊന്നും അറിയില്ല. ഇത് ഫെറാറിയുടെ റേസ് വേർഷനാണ് 488 EVO. ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി സ്ട്രീറ്റ് ലീഗലല്ല, റേസിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാണ്ട് പാടുള്ളൂ. ദ കാർ ബെൽറ്റ് ഇസ് ഫുള്ളി റേസ് പർപ്പസ്. അതിനകത്ത് പിന്നെ ഒരുപാട് ഫെറാറീസ് കിടക്കുന്നുണ്ട്. ഇവൻറ്റ് പിന്നെ അവിടെ ഒരുപാട് റേഞ്ച് റോവർ സിസ്റ്റം ലാൻഡ് റോവർ സിസ്റ്റം പോലെ ഉണ്ട്. പണ്ടത്തെ ഡിഫൻഡർ, 2 ക്ലാസിക് ട്വിൻസ്, 280SL, 280SL. ഇതൊക്കെ കുറച്ച് റെയർ ആയിട്ടുള്ള വണ്ടികളാണ് ഈ കണ്ടീഷനിൽ കാണുക എന്ന് വെച്ചാൽ. ആൻഡ് പണ്ടത്തെ 911 സഫാരി എഡിഷൻ എന്ന് വേണം പറയാം. ഇതൊക്കെ അവർ ജസ്റ്റ് കണ്ടിട്ട് മണലൊക്കെ വാരിയിട്ട പോലെ ഉണ്ട്. ഇതാ ഫസ്റ്റ് ജനറേഷൻ്റെ ഒരു സഫാരി എഡിഷൻ ആയിട്ട് ഫ്രണ്ടിൽ എക്സ്ട്രാ ബൾബ്സ് കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡ് ലൈറ്റ് ഫ്രണ്ടിൽ സ്കിറ്റ് ചെയ്തിട്ടുണ്ട് ഓഫ് റോഡിന് വേണ്ടിയുള്ളത്. കൂടാതെ ഈ വണ്ടി നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാൻസിന് അറിയാം. ആ 2 ബിൽഡിങ്ങിൻ്റെ ഇടയിലേക്ക് കൂടി തുള്ളിക്കുന്നില്ലേ, ആ സാധനമാണത്. ലൈക്ക് ആൻ ഹൈപ്പർ സ്പോർട്സ്. എൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ പറയുന്ന ഡയമണ്ട് എന്നാണ്, മെയ്ഡ് ഔട്ട് ഓഫ് ഡയമണ്ട്. ഇത് ടോട്ടലി 10 പീസസ് എങ്ങനെയാണ് ഉള്ളത്. ഇതിലൊന്ന് അവർ ആ ഫിലിമിന് വേണ്ടി ഡിസ്ട്രോയ് ചെയ്തെന്ന് പറയുന്നുണ്ട്. സോ അത് ഒറിജിനലാണോ റെപ്ലിക്കാണോ എന്ന് അറിയില്ല. ഇത് 05 out of 05/11/2013 എൻ്റെ പ്രൊഡക്ഷൻ ഡേ. കാണുമ്പോൾ ഒരു സ്പേസ് ഷിപ്പിൻ്റെ റെസംബ്ലൻസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളുടെ ലാംബോർഗിനിയുടെ കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ബിറ്റ് ഓഫ് നമ്മളുടെ ബുഗാട്ടിയുടെ ഇൻസ്പിറേഷൻ. ഇത് UAE മെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട്. ഹിസ്റ്ററിയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സാധനമാണ്, Carrera GT2. അതായത് നമ്മളുടെ പോളിൻ്റെ ഒക്കെ ആക്സിഡൻറ്റിൽ മരിക്കാനൊക്കെ ആയിട്ട് ആയത് ഈ ഒരു വണ്ടിയിൽ നിന്നാണ്. പിന്നെ ഒരു കാർബൺ ഫൈബർ മക്ലാരൻ കാറ് കംപ്ലീറ്റ്ലി കാർബൺ ഫൈബറിലാണ്. ഇതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ പിന്നീട് കാണിച്ചു തരാം. മക്ലാരൻ 675 LT, ബോഡി ഫുൾ ഔട്ട് ഓഫ് കാർബൺ ഫൈബർ. ഇത് പിന്നെ നമ്മളുടെ ഓഫ് റോഡ് പോഷ് കമ്പനി ഇറക്കുന്നതാണ്. ഇതുപോലെ പോഷ്. ഇതിന് ലോറഞ്ച് ഗിയർ ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പ്രോപ്പറായിട്ടുള്ള ടയേഴ്സ് ഓഫ് റോഡിന് വേണ്ടിയിട്ട്. ഇതിനെ അവർ വിളിക്കുന്ന പേരാണ് 911 ഡാക്കാർ. അതായത് ഡാക്കാർ റേസിൽ ഉപയോഗിച്ച ആ ഒരു വണ്ടിയുടെ ഇൻസ്പിറേഷനിൽ ഇതേപോലെ ചെയ്യുന്നത്. നമ്മളെ ക്ലാസിക് പോർഷ്, മോഡേൺ പോർഷ്, അതിൻ്റെ ഇടയ്ക്കുള്ളത് എല്ലാ സംഭവവും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് വണ്ടി ഫോക്കസ് ചെയ്യുന്നുള്ള കാര്യം വരെ ഡൗട്ടായിപ്പോൾ. M3 അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ പിറകിൽ ഒരുപാട് പോർഷൻ ഉണ്ട്. ഒരു സ്പെഷ്യലായിട്ടൊരു വണ്ടി അവിടെ കിടക്കും. ക്ലാസിക് Z, ഇത് GT4 RS. ഇത് ക്ലാസിക് ആയിട്ടുള്ള പോർഷാണ്. ഇതൊക്കെ ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ ഓഫ് പോർഷൻ എന്നൊക്കെ പറയാം.
ക്ലാസിക് വോക്സ് വാഗൻ്റെ കോംബി വാനാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരിക്കും ലൈക്ക് വാട്ട് ഇസ് ദിസ് പീസ് ഓഫ് ഷേ. പക്ഷേ ഇതിൻ്റെ എൻജിൻ ഞാൻ കാണിച്ചു തരാം. ലുക്ക് അറ്റ് ദ ബാക്ക്. കാർബൺ ഫൈബറിൻ്റെ ഷൗഡ് കിടപ്പുണ്ട് അവിടെ. ഇതിനൊക്കെയാണ് നമ്മൾ ഗാരാജ് ബിൽറ്റ് എന്നൊക്കെ പറയാം.